ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിലും ഇന്ത്യയിലുമുള്ള അകാന്തേസി കുടുംബത്തിലെ ഒരു ഇനം പൂച്ചെടിയായ കനകാംബരമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശമായ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളത്തിൽ എല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ ചെടി ഗോവയുടെ സംസ്ഥാന പുഷ്പം കൂടിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് അസാധാരണമായ ആകൃതിയിൽ 3 മുതൽ 5 വരെ അസമമായ ദളങ്ങളുണ്ട്. 4 വശങ്ങളുള്ള തണ്ടുകളുള്ള സ്പൈക്കിൽ നിന്നാണ് ഇവ വളരുന്നത്. കൂടാതെ 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് പോലെയുള്ള തണ്ടുമുണ്ട്. മഞ്ഞ, ഓറഞ്ച്, വെള്ള, വയലറ്റ് തുടങ്ങിയ നിറങ്ങളിലെല്ലാം 3 മുതൽ 5 വരെ ഇതളുകളുള്ള പൂക്കൾ കണ്ടുവരുന്നു. തലയിൽ ചൂടാനും അമ്പലങ്ങളിൽ മാല കോർക്കാനുമൊക്കെയായിട്ടാണ് കനകാംബരം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഏകദേശം 1 മീറ്ററോളം പൊക്കത്തിൽ വളരുന്ന നിത്യഹരിത ഉദ്യാന സസ്യമായ കനകാംബരം മറാഠിയിൽ ആബേലി എന്നാണ് അറിയപ്പെടുന്നത്. കനകാംബരം ചെടിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഉത്തമം. നന്നായി പൊടിച്ച മണ്ണിൽ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, മണലൊക്കെ സമാസമം ചേർത്ത് നനച്ചിട്ട് വേണം കേട്ടോ നമ്മളതിൻ്റെ വിത്ത് പാകാനായിട്ട്. 5 ദിവസം കൊണ്ട് വിത്തുകൾ മുളയ്ക്കും. 4-5 ജോഡി ഇലകളുള്ള ഏകദേശം 1.5 മാസം പ്രായമായ തൈകൾ നമുക്ക് പറിച്ചു നടാം. വേര് പിടിപ്പിച്ച കമ്പുകളും നടീൽ വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ചട്ടികളിലും തടങ്ങളിലും ഒക്കെ 1.5 അടി അകലത്തിലും തൈ നട്ടുകൊടുക്കാവുന്നതാണ്. മഞ്ഞയോ കറുപ്പോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ വിത്തുകളുടെ നിറം. വിത്തിനും പൂവിനും പ്രത്യേകിച്ച് സുഗന്ധമൊന്നും ഉണ്ടാകില്ല. തൈ പറിച്ചു നടുന്ന സ്ഥലത്ത് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. 15 ദിവസം കൂടുമ്പോൾ ചാണകപ്പൊടി അടിയിൽ വിതറി മണ്ണ് ഇളക്കി ഇട്ടുകൊടുക്കുന്നത് വളരെ നല്ലതാണ്. വളപ്രയോഗം അത്യാവശ്യമാണ്. ചെടി തഴച്ചു വളരാൻ ജൈവവളത്തിനു പുറമെ രാസവളവും അടിവളമായിട്ട് നമുക്ക് നൽകാം. വേനൽക്കാലങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകാനും കാരണമാണ്. മഴക്കാലത്ത് വേര് പൊന്തിപ്പോകാതിരിക്കാനായിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കാനും നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ചെടി നട്ട് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ നിറയെ ശാഖകൾ വരികയും നിറയെ പൂക്കൾ വരികയും ചെയ്യും. വേനൽക്കാലത്ത് നനയും വളവും ഒക്കെ നല്ല രീതിയിൽ നൽകുകയാണെങ്കിൽ വർഷം മുഴുവൻ നിറയെ പൂക്കൾ ലഭിക്കുകയും ചെയ്യുന്നു. പൂക്കൾക്ക് കുറവുള്ള സമയമെന്ന് പറയുന്നത് മഴക്കാലമാണ്. വെള്ളീച്ച, എഫിഡുകൾ, നിമാവിര എന്നീ കീടങ്ങളാണ് നമ്മുടെ ചെടിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേപ്പെണ്ണയോ അതല്ലെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വിത്തുകൾ കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട് നടുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടമൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗവും ഈ ചെടിയിൽ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ കണ്ടുവരുന്ന ഇലകൾ നമ്മൾ നശിപ്പിക്കുകയും 2% വീര്യത്തിൽ സ്യൂഡോമോണസ് ലായനി ഇലകളുടെ ഇരുവശങ്ങളിലേക്കും വീഴത്തക്ക വിധവും തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ അസുഖത്തെ നിയന്ത്രിച്ചെടുക്കാനായിട്ട് കഴിയും. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന കനകാംബരത്തിൻ്റെ തൈകളാണ്. നാടൻ ചെടികളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടോളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.